ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മളത് പറയുമ്പോൾ നമ്മൾ എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്ന പോലെ നമ്മളെ വിളിച്ച് കർത്താവ് ഇവിടെ ആക്കിയിരിക്കുന്നു. നമ്മളെ സ്ഥാനാധിപതികളായിട്ടാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്, അല്ലെ? സ്വർഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. സ്വർഗത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചാണ്, കർത്താവിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവവചനത്തിൽ പറയുന്നത് എഫെഷ്യൻസ് ചാപ്റ്റർ 6:19, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് നിങ്ങളായിട്ടാണേലും സഭയായിട്ടാണേലും വ്യക്തിപരമായിട്ടാണേലും എൻ്റെ പ്രാർത്ഥനയും നമ്മൾ ഈ സൺഡേ നമ്മളിവിടെ കൂടുന്നത്, നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ദൈവവചനത്തെ ധ്യാനിപ്പാനും നമ്മളെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് അറിയുവാനും അവനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളിൽ വരുവാനും തക്കവണ്ണം ആകേണ്ടതിനായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. കർത്താവ് അതിന് തക്ക രീതിയിലുള്ള ആലോചന തരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഇന്നത്തെ വിഷയം ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പം എനിക്ക് കിട്ടിയത് 2-3 ടൈറ്റിലുണ്ട്. അതിലൊരു ടൈറ്റിൽ എന്ന് പറയുന്നത് എസ്കേപ്പ് ഫ്രം ഗോഡ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു ജനമായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ബൈബിളിലേക്ക് നോക്കിയാൽ തന്നെയും നമുക്കറിയാം, എല്ലാത്തിൽ നിന്നും ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന, നമുക്ക് ആദാമിന്റെ ചരിത്രം എടുത്ത് നോക്കിയാലും നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രം എടുത്ത് നോക്കിയാലും എല്ലാം കാണുന്നത് ദൈവത്തിന്റെ സന്നിധി വരാൻ കഴിയാഞ്ഞിട്ടല്ല, ദൈവത്തിന് മുഖം കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് അതിൽ നിന്ന് ഓടി ഒളിക്കുന്ന ഒരു പ്രവണത. നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാലും ആ പ്രവണത തന്നെയാണ് കാണുന്നത്. നമുക്കറിയാം, ഇന്ന് കാണുന്ന മതപരമായ ആചാരങ്ങളിലെല്ലാം യഥാർത്ഥത്തിലുള്ള തീഷ്ണതയുള്ള സത്യവാനായ പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഓടി ഒളിച്ച് മറഞ്ഞ് ദൈവം കാണാതെ നമ്മൾ ലോകത്തിന്റെ ഇഷ്ടങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുമെങ്കിലും അത് ദൈവം കാണരുതേ, കാണണ്ട, അല്ല കണ്ടാൽ ആ ദൈവത്തെ മറച്ചുകൊണ്ട് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു പ്രവണതയാണ് മനുഷ്യനിലുള്ളത്. അത് ഒരു വശം പറയുമ്പോൾ, മറ്റൊരു രീതിയിൽ അതിനെ ചിന്തിക്കുമ്പോൾ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒഴി കഴിവുകൾ പറയുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം, അല്ലെ? നമ്മൾ എന്ത് പറഞ്ഞാൽ എക്സ്ക്യൂസസ് ആണ്. ഒത്തിരി എക്സ്ക്യൂസ് ഉണ്ട് പലതിനും. ആദാവ് ഔവ്വായിട്ട് വന്നു കഴിഞ്ഞപ്പം ഔവ്വ വന്ന് പഴം പറിച്ച് തിന്നപ്പം കർത്താവ് ചോദിക്കുമ്പോൾ അവിടെ എക്സ്ക്യൂസ് ആണ് പറയുന്നത്. അതേപോലെ നമ്മുടെ ജീവിതത്തിലെല്ലാം എക്സ്ക്യൂസസ് ആണ്. നമ്മൾ പറയുന്നുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നാൽ തന്നെ കർത്താവ് എനിക്ക് കഴിവില്ലാത്തവരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയും കഴിവില്ലാത്തവർ. നമ്മൾ തന്നെ ഇവിടെ ഇരിക്കുന്നു, നമ്മളൊരു ചെറിയ കൂട്ടമാണ്. നമുക്കിവിടെ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് ദൈവത്തോട് പറയാനായിട്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുന്ന എന്നാന്ന് വെച്ചാൽ എനിക്കതിനുള്ള പ്രാഗൽഭ്യം ഇല്ല എന്നുള്ളൊരു തോന്നലാണ്. എന്നാൽ നമ്മൾ ലോകപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് പ്രാഗൽഭ്യം ഇല്ലാത്തടത്തും നമ്മൾ സംസാരിക്കും. എന്നാൽ ദൈവത്തിന്റെ സന്നിധി വന്ന ഒരു പൊതുവേദിയിൽ അല്ല ദൈവത്തെ കുറിച്ചുള്ള സാക്ഷ്യം പറയുവാൻ നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ദൈവത്തോട് നമ്മൾ അത് പറയാൻ നമ്മൾ മടിച്ച് നമ്മൾ അതിൽ നിന്ന് വലിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രവണതയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എക്സോഡസ് ചാപ്റ്റർ 4, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം, അവിടെ നമുക്കൊരു വ്യക്തിയെ കാണാം. ആരാണ്? മോസസ്. മോശയെ കുറിച്ചുള്ള ചരിത്രം നമുക്കറിയാം. മോശ എങ്ങനെയായിരുന്നു അവിടെ വളർന്നെന്നും എങ്ങനെയാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നെന്നുള്ള വിവരങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ്. അതിൻ്റെ 1-ാം അധ്യായം തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം മോശ ജനിച്ചതും അവൻ മിസ്രൈമിൽ വളർത്തപ്പെട്ടതും അവിടെ നിന്ന് ഓടിപ്പോകുന്നതും എല്ലാം കഴിഞ്ഞ് മുൾപ്പടർപ്പിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനാകുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും അതിൻ്റെ 1-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നത് യാക്കോബിനോട് കൂടെ താന്താന്റെ കുടുംബസമേതം മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകൾ എന്നും പറഞ്ഞ് തുടങ്ങുമ്പോൾ മിസ്രൈമിലേക്ക് വന്ന ഇസ്രായേൽ മക്കളെ അവരുടെ കഷ്ടപ്പാടും പ്രയാസങ്ങളും കണ്ട് അവർ കരഞ്ഞു, അവർ കിടന്ന് വിഷമിച്ചു.
അവിടെ അവരെ വിടുവിക്കുവാൻ വേണ്ടി ദൈവം അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് മോസസ്. മോസസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ മോസസിനെ ദൈവം ഉൾപ്പടപ്പിൽ വെച്ച് പ്രത്യക്ഷപ്പെടുകയും അവിടെ തെരഞ്ഞെടുക്കുകയും ചെയ്യും. തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് മോശയോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. മോശയോട് പറയുന്നു, നീ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നീ അവരെ നയിക്കണം എന്ന് പറയുമ്പോൾ മോശ പറയുന്നുണ്ട്, എൻ്റെ വാക്ക് കേൾക്കാതെ യഹോവ പറയുന്നതൊന്നും ആണെന്ന് വിശ്വസിക്കാത്തൊരു ജനമായിരിക്കും അവിടെ ചെല്ലുമ്പോൾ, അവരെന്നെ തിരസ്കരിക്കും എന്ന് പറയുമ്പോൾ അവിടെ അവർക്ക് മോസസിന് ധൈര്യം കൊടുക്കാൻ വേണ്ടി കർത്താവ് പറയുന്നുണ്ട്, നിന്റെ വടിയെടുത്ത് നിലത്തിട, അത് സർപ്പമായി തീരുന്നു, നെഞ്ചത്ത് കൈവെക്കുന്നു, അത് പുഷ്ടമുള്ളതായി തീരുന്നു, തിരികെ വെക്കുമ്പോൾ അത് നോർമലായിട്ട് തീരുന്നു. അങ്ങനെ ഓരോ അത്ഭുതങ്ങളും കാണിച്ച് വന്നു കഴിഞ്ഞപ്പോഴും മോസസ് എന്താണ് പറയുന്നത്? പിന്നെ അവസാനം അത് 4-13 വാക്യം, എന്നാൽ അവൻ കർത്താവേ നിനക്ക് ബോധിച്ച് ആരെയെങ്കിലും അയച്ച് ആ കാര്യം നിർവഹിക്കണമെന്ന് പറയുകയാണ്. അപ്പം ദൈവം ഒരു അസൈൻമെന്റ് കൊടുക്കുന്നു. ദൈവം വിളിച്ച് മോസസിനെ, നീ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്, നീ അത് ചെയ്യണം എന്ന് പറയുമ്പോൾ മോസസ് അതിൽ നിന്ന് ഒഴിയാനാണ് ശ്രമിക്കുന്നത്. അവിടെ മോശ പറയുകയാണ്, നിനക്ക് ബോധിച്ച മറ്റേ ആരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കർത്താവ് പറയും, ഞാൻ നിന്റെ വായോടും അഹറോനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ സഹോദരനായ അഹറോനും നിന്റെ കൂടെ നിൽക്കും, അങ്ങനെ നിനക്ക് ഞാൻ തരുന്ന ഈ കാര്യം നീ ചെയ്യണം എന്ന് തന്നെ നിർബന്ധമായിട്ട് പറയുകയും അവസാനം നിർബന്ധ ബുദ്ധിയാൽ മോസസ് ആ കാര്യം ചെയ്യുകയും ചെയ്തു. അവൻ വിക്കനാണെന്ന് അവൻ പറയുന്ന തന്നെയാണ്, എനിക്ക് സംസാരിക്കാനുള്ള വാക്കുകൾ എൻ്റെ ഇല്ല, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ പറയുന്നു, നിനക്ക് നിന്റെ സഹോദരനെയും കൂടെ ഞാൻ നിന്റെ കൂടെ അയക്കുകയാണ് എന്ന് പറയുകയാണ്. അവിടെ മോസസ് എക്സ്ക്യൂസ് പറയുമ്പം ദൈവം തന്നെ പറയുന്നൊരു മറുപടി ഉണ്ട്. 10-ാമത്തെ വാക്യം, എക്സോഡസ് ചാപ്റ്റർ 4:10, കർത്താവേ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ സാമർഥ്യമുള്ളവനല്ല, ഞാൻ മിക്കലും തടിച്ച നാമുള്ളവനും ആവുന്നു. അല്ലെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല എക്സ്ക്യൂസസും പറയാറുണ്ട്. ഞാൻ വാക് സാമർഥ്യമില്ല, എനിക്ക് എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് സംസാരിക്കാൻ കഴിവില്ല, അല്ല എന്നെ കൊണ്ട് ഇന്ന പ്രവൃത്തി ചെയ്യാൻ കഴിയത്തില്ല, സുവിശേഷം പറയാനായിട്ട് എന്നെ വിളിച്ചു, പക്ഷെ എനിക്ക് മറ്റുള്ള സുവിശേഷം പറയുമ്പോൾ എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ധാരാളം എക്സ്ക്യൂസസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ അവസരത്തിനൊത്ത് നമ്മൾ പ്രവർത്തിക്കാനായിട്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ അത് ചെയ്യുക എന്ന് കർത്താവ് നമ്മളോട് ശക്തമായിട്ട് പറയുകയാണ്. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായി കൊടുത്തതാര്? ഊമനും ചെകിടനും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാര്? അപ്പം ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും എല്ലാം സൃഷ്ടിച്ച ദൈവമാണെന്നുള്ള ഡിക്ലറേഷൻ അവിടെ പറഞ്ഞുകൊണ്ട് യഹോവയായ ഞാനല്ലയോ എന്ന് മോസസിന് ധൈര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മോസസ് അവിടെ നിന്നുമാണ് 14-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, നിനക്ക് മറ്റാരെയെങ്കിലും ഒന്ന് വിടാമോ, എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ള ഒരു എക്സ്ക്യൂസ് ആണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ഇതേപോലെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമുക്ക് പല അവസരങ്ങളും, അപ്പൊ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് തന്നെ നമ്മളെ കുറിച്ചുള്ള ചിന്ത, നമുക്കിതിന് കഴിവില്ല, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള രീതിയിൽ ഒഴിവഴി കഴിവുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു പ്രവണതയാണുള്ളത്. ഇത് നമ്മൾ വേറെ നോക്കുമ്പോൾ ജെരമ്യ പ്രവചനം അതിന്റെ 1-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, ജെരമ്യ ചാപ്റ്റർ 1, അവിടെ നമ്മൾ ഇത് തന്നെ മറ്റൊരു രീതി കാണുന്നുണ്ട്. യിരെമ്യാവിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. അവിടെ എന്നിട്ട് അവനോട് പറയുകയാണ്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്ന്, നിന്നെ ഉദരത്തിൽ ഉളവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലയോ എന്ന് പറയുകയാണ്. അവിടെ വീണ്ടും യിരെമ്യാ പ്രവാചകനും തനിക്ക് തന്നിരിക്കുന്ന ആ ദൗത്യത്തിൽ നിന്ന് പിന്നോട്ട് വലിയാൻ, ഞാൻ ബാലനാണ്, എനിക്കൊരു കുറവുണ്ട് എന്നും പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ ബാലനെന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകും, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം, നീ അവരെ ഭയപ്പെടരുത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ
നമുക്ക് ഏത് കാര്യങ്ങൾ നമ്മൾ ലോകപ്രകാരമാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകളിലെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നോക്കിയാലും അവിടെ നമ്മൾ അതിൽ നിന്നൊക്കെ ഒഴിയാൻ നോക്കുമ്പോൾ, അല്ലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അസൈൻമെന്റ്സ്, താലന്തുകൾ, അതിനെ വികസിപ്പിച്ച് നമുക്ക് ഒരു ജീവിതമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ജീവിതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഈ ലോകത്ത് വിട്ടുപോകാനായിട്ടല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്. ലോകത്തിലുള്ള മനുഷ്യരെ പോലല്ല നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്. ഇവിടെ നാം കാണുന്നു, മോസസിനെ ദൈവം തെരഞ്ഞെടുത്തു, അവന് ഒരു വലിയ ഇത് കൊടുത്തു, അവൻ അതിൽ നിന്ന് ഒഴിയാൻ നോക്കി. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇസ്രായേൽ മക്കളുടെ ഏതാണ്ട് 20 ലക്ഷത്തിൽ മുകളിലുള്ള ജനത്തെ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത് നടത്തിയ പുരുഷനാണ് വിക്കനായ, കഴിവില്ലാത്തവനെന്ന് സ്വയം പറയുന്ന ഈ മോസസ്. അവിടെ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ തെരഞ്ഞെടുത്തു, നീ അത് പ്രവർത്തിച്ച് ചെയ്യണം. യിരെമ്യാ പ്രവാചകനെ തെരഞ്ഞെടുത്തു. യിരെമ്യാ പ്രവാചകൻ, ഞാൻ ബാലനാണ്, എന്നെ കൊണ്ട് പറ്റില്ല. അവിടെയും ദൈവം പറയുന്നു, നീ പോയി ചെയ്യണം. പിന്നെ നമ്മളിങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് യോനയെ കുറിച്ചാണ്. യോനയുടെ ജീവിതത്തിലും ഇത് തന്നെ നമ്മൾ യോനാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, അവിടെ 1:3 യോന അങ്ങനെ ഒരു സ്ഥലത്തേക്കുള്ള അപ്പോയിന്റ്മെന്റ് ലഭിച്ചിട്ട് അവിടെ നിന്ന് ഓടി ഒളിക്കുന്ന യോനയാണ് നാം കാണുന്നത്. അവിടെ 3-ാം അധ്യായത്തിൽ കാണുന്ന, ഒരു കപ്പൽ കണ്ട കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശിലേക്ക് പൊയ്ക്കൊള്ളുവാൻ അതിൽ കയറി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടി തർശീശിലേക്ക് പൊയ്ക്കൊള്ളുവാൻ അവൻ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു കൊടുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടാക്കി. ദൈവം ഒരു അസൈൻമെന്റ് കൊടുക്കുന്നു, അവനെ തെരഞ്ഞെടുത്തു. നീ ഇവിടെ നശിച്ചു പോകുന്ന ഈ ജനത്തെ, നിനവയിലെ ജനത്തിനോട് എന്ന് പറഞ്ഞ് അവരെ ഇതിൽ നിന്ന് രക്ഷിക്കണം. നമ്മെ ദൈവം തെരഞ്ഞെടുത്തത് നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിങ്ങനെ അങ്ങ് പോകാനായിട്ടല്ല. ദൈവത്തിന് പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം സഫലീകരിക്കാൻ തക്കവണ്ണം നമുക്ക് കിട്ടുന്ന എല്ലാ മീഡിയകളും, സംസാരമായിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഏത് വേദിയിലും നമ്മൾ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണമാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഞാൻ നേരത്തെ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഓഫീസിലേക്ക് നമ്മളൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ, ജോയലിനെ ആശ്രം യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടേഴ്സിന്റെ ഇടയിലേക്ക് തിരഞ്ഞെടുത്തപ്പം അവിടെ ചെന്ന് എല്ലാ മാസവും 1-ാം തീയതിയോ 31-ാം തീയതിയോ ശമ്പളം മേടിക്കാൻ വേണ്ടിയല്ല തിരഞ്ഞെടുത്തത്. അവിടെ അവർക്ക് ചില പർപ്പസസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ബിസിനസ് മേഖലയായിക്കോട്ടെ, ആ ബിസിനസ്സിൽ ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യുമ്പോൾ, ദൈവസന്നിധി പ്രാർത്ഥിച്ച് അവന്റെ ആലോചന പ്രകാരം ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എൻ്റെ വായ് നിന്നോട് കൂടെയുണ്ട്, എൻ്റെ മനസ്സ് നിന്നോട് കൂടെയുണ്ട്. അവിടെ ആ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കും, സക്സസ്സിലേക്ക് വരും. എൻ്റെ ജീവിതത്തിലും ഞാൻ പലപ്പോഴും പരാജയപ്പെട്ട ആളാണ്. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുടെ ഒരു കൂമ്പാരമുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്ന ബിസിനസ് ലൈനിലും പല കാര്യങ്ങളിലും അവിടെയെല്ലാം നമ്മൾ സക്സസ് ആകുന്നത് ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മെ എല്ലാത്തിലും വഴി നടത്തും, അവൻ നമ്മെ കാക്കും, പരിപാലിക്കും. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നു, നമ്മൾ ഭയപ്പെടേണ്ട, അവൻ നമ്മോട് കൂടെയുണ്ട്. ആരാണ് നമ്മുടെ കൂടെയുള്ളത്? ഈ ലോകത്തിന്റെ സൃഷ്ടാവും സകല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനും തന്റെ വാക്കുകളാൽ ഉളവാക്കുവാനുമായ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അപേക്ഷിപ്പീൻ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതും നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിനോട് നമ്മൾ ചോദിച്ചാൽ അവൻ നമുക്ക് തരും. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, തക്ക സമയത്ത് ഫലം തരും എന്ന് കർത്താവ് 14-ാം അധ്യായം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 1 മുതൽ ഉള്ള വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ,
എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടേനെ, പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. ദൈവത്തിന്റെ പ്രോമിസാണ്. നമുക്ക് അവനുവേണ്ടി കാത്തിരിക്കുകയും തക്ക സമയത്ത് ഫലം തരികയും ചെയ്യുന്ന കർത്താവ്. അതുപോലെ മത്തായിയുടെ സുവിശേഷം 11-28 എന്താണ് പറയുന്നത്? മാത്യു ചാപ്റ്റർ 11 അവിടെ നമ്മളോട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നതുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പി. കർത്താവ് നമ്മളോട് പറഞ്ഞു, അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുന്നവരെ. നമ്മുടെ ജീവിതത്തിലേക്ക്, ഈ ഭൂമിയിലേക്കുള്ള ജനിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ കഷ്ടപ്പാടുണ്ട്, അല്ലേ? കഷ്ടതകളുണ്ട്. കഷ്ടതകൾ അറിയിക്കുന്ന ഈ ലോകത്തിൽ ശാരീരികമായുള്ള കഷ്ടതയുണ്ട്, ജോലി സംബന്ധമായ കഷ്ടതകളുണ്ട്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് സംബന്ധമായിട്ടുള്ള കഷ്ടതകളുണ്ട്. ഈ കഷ്ടതയിലും സന്തോഷിപ്പാൻ അവൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു, നിന്റെ ഭാരങ്ങൾ എന്നിൽ സമർപ്പിക്കുക, ഞാൻ അത് വഹിച്ചോളാം. നമുക്കൊരു ചുമട് താങ്ങിയായി, ഏത് സമയത്തും നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്നവനായി. യോഹന്നാന്റെ സുവിശേഷം 14-6 ഇത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 14:6 ഞാൻ തന്നെ വഴിയും സത്യവുമായി, ഞാൻ മുഖാന്തരമല്ലാതെ പിതാവിന്റെ സന്നിധിയിലേക്ക് ആരും കടക്കുന്നില്ല. അപ്പൊ നമുക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി കർത്താവ് വെച്ചിരിക്കുകയാണ്. നമ്മൾ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. നമ്മെ കൈവിടാത്തവനായ കർത്താവ് ആ ഒരു വഴിയിൽ നമ്മൾ നടത്തും, നയിക്കും. നമുക്ക് ആദാമിന്റെയും ഒവ്വയുടെയും ചരിത്രം എടുത്ത് നോക്കിയാൽ അവര് എന്താണ് ചെയ്തത്? അവര് ദൈവത്തോട് കൂടെ നടന്നു. ദൈവം അവരെ സൃഷ്ടിച്ച് അവരെ ഏദൻ തോട്ടത്തിലാക്കി. അവരോട് പറഞ്ഞു, നന്മയുടേതായ എല്ലാ വഴികളിൽ കൂടെ ദൈവം അവരെ നടത്തി. എന്നാൽ ദൈവം ഒരു കൽപ്പന മാത്രം അവർക്ക് എന്തായിരുന്നു നോക്കിയേ കൊടുത്തത്? അവർക്ക് കൊടുത്ത കൽപ്പന ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം അവിടെ നാം വായിക്കുന്നുണ്ട്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ 15-ാം വാക്യം തൊട്ട്, ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാൻ അതിനെ കാപ്പാനോടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവം പറഞ്ഞ എന്തുകൊണ്ടാണ്? നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന ജോയലിന്റെ കുഞ്ഞ്, ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അവരാരെ അനുസരിച്ചാണ് ജീവിക്കുന്നത്? അവരുടെ അപ്പനും അമ്മയും പറയുന്ന അനുസരിച്ച്. അവര് വേറെ ഒരു കാര്യങ്ങളും അവരുടെ ചിന്തയിലില്ല. അവരുടെ ചിന്തയിൽ അതിനപ്പുറമായി സ്വന്തം ബുദ്ധിയിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അവർ ഏദൻ തോട്ടത്തിൽ കഴിഞ്ഞിരുന്ന വർഷങ്ങൾ തോട്ടം നനപ്പാനും കാപ്പാനും അവരെ ഏൽപ്പിച്ചപ്പം അവരെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്ത് സന്തോഷവും സമാധാനത്തോടു കൂടി ദൈവസന്നിധിയിൽ ജീവിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചെങ്കിലും അവിടെ പിശാചിന്റെ വഞ്ചനയാൽ അവർ സ്വന്തം ബുദ്ധിയിൽ, അതാണ് നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം അവർ തിന്നുകൊണ്ട് അതാണ് നമുക്ക് എന്നുള്ളത്. നമ്മുടെ ചിന്തകളാണ്. കർത്താവ് എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി. ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയാണെങ്കിൽ, അവനെ ഓൺലിക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മളെ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമുക്ക് വളരെ മൈൻഡ് ഫ്രീ ആയിട്ട്, ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അവസ്ഥകളും, രോഗമായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, ഏതവസ്ഥയും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. അവൻ നമ്മോട് വാക്ക് പറഞ്ഞവനാണ്, ജീവിക്കുന്ന കർത്താവാണ്. ആ ജീവിക്കുന്ന കർത്താവ് നമ്മളോട് പറഞ്ഞു, നിന്നെ ഞാൻ അറിയുന്നു, നിന്റെ സകലതും ഞാൻ അറിയുന്നു. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബലം തരുവാൻ, ശക്തി തരുവാൻ നമ്മളെ കൂടുതൽ പ്രാപ്തനാക്കുന്നു, അല്ലേ? ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ ഇയ്യോബ് വളരെ കഷ്ടതയിൽ കൂടെ കടന്നു പോവുകയാണ്. കഷ്ടതയിൽ കൂടെ കടന്നുപോയി ഇയ്യോബ് ദൈവത്തെ വിട്ട് അവനോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ ഇതിൽ നിന്ന് മാറാൻ പറഞ്ഞു. പക്ഷെ ദൈവം അനുവദിച്ചിട്ടാണ് അവന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്. ഇയ്യോബിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഇയ്യോബിന്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പം അവന് വളരെ പ്രലോഭനങ്ങളുണ്ടായി ദൈവത്തെ തള്ളിപ്പറയുവാൻ. പക്ഷെ അവൻ അവിടെ ഒന്നും തള്ളി പറഞ്ഞില്ല. അവൻ തള്ളി പറയാതെ ആ ദൈവത്തിന്റെ ഇതിൽ കൂടെ പിടിച്ചു നിന്ന് ആ വിഷമഘട്ടങ്ങൾ തരണം ചെയ്ത് അവൻ നിന്നപ്പോൾ അവന്റെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടായി. അവിടെ
അവന്റെ സഹോദരന്മാർക്ക് വേണ്ടി, സ്നേഹിതർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു ഇയ്യോബിനെയാണ് നമുക്കവിടെ കാണാവുന്നത്. ആ പ്രാർത്ഥിക്കുന്ന ഇയ്യോബിന് കിട്ടുന്ന ബ്ലെസ്സിങ്സ് എന്താന്നുള്ളത് നമുക്കവിടെ കാണാം. 42 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. നോർത്തോണം, അവന്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ മോശമായ സ്ഥിതിയായിരുന്നു. അവിടെയും ആ മോശമായ സ്ഥിതിയിലും ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണ്? മോശയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനായിരുന്നു? യോനയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനായിരുന്നു? ആദാവും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ കർത്താവ് ഭൂമിയിൽ മനുഷ്യനായി സൃഷ്ടിച്ച് അവിടെ ആക്കിയത് എന്തിനായിരുന്നു? തോട്ടം നനപ്പാനും കാപ്പാനും. അപ്പൊ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പോലെ തന്നെ നമ്മളെക്കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിവൃത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് നമ്മൾ അവന്റെ സന്നിധിയിൽ കീഴ്പ്പെട്ടിരുന്ന അവന്റെ ആ ഒരു ഇഷ്ടം നിറവേറ്റുന്നവരായിരിക്കുമ്പോൾ അവിടെ എന്താണ്? അവന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു, അല്ലെ? മുമ്പ് ഉണ്ടായിരുന്നതൊക്കെയും ഇയ്യോബിന് ഇരട്ടിയായി ലഭിച്ചു. മാത്രമല്ല അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവൻ മുൻകാലത്തെക്കാൾ അധികമായി അനുഗ്രഹിച്ചു. ബ്ലെസ്സിങ്സ്, നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ബ്ലെസ്സിങ്സ്, ഈ ഭൂമിയിലുള്ള ബ്ലെസ്സിങ്സ്, അതിലുപരി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്ന, നമുക്ക് കിട്ടിയൊരു ലോട്ടറി ഉണ്ട്, അല്ലേ? നമ്മളല്ല കർത്താവിനെ തിരഞ്ഞെടുത്തത്, കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. അങ്ങനെ നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളായി തീർന്നു. ആ ലോട്ടറി അടിച്ചിരിക്കുക നമ്മൾ. എന്നാൽ ഇന്നിപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷവും നമ്മുടെ സമാധാനവും നമ്മുടെ പ്രത്യാശയും സകലതും അവനിലാണ്. അതുകൊണ്ട് തന്നെ യോശുവ ചാപ്റ്റർ 24 24 അതിന്റെ 14ഉം 15ഉം വാക്യങ്ങളിൽ, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. 15-ാമത്തെ വാക്യം, യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ, അല്ലെ? അവിടെ പറയുന്നത് എന്നാണ്? യഹോവയെ സേവിക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആരെ സേവിക്കണം? യഹോവയെ സേവിക്കണം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയുടെ തീരുമാനമാണ്. നമുക്ക് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ജീവിതത്തിലും നമുക്ക് പറയാനുള്ളത് ഞാനും, ആദ്യം പറയണേ ഞാൻ. നമുക്ക് പറയാനുള്ളത് നമ്മളെക്കുറിച്ച് മാത്രമേ ഉള്ളൂ, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക, ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ യഹോവയെ സേവിക്കും, ഞാൻ യഹോവയെ സേവിക്കും, എന്നെ തിരഞ്ഞെടുത്ത യഹോവയെ ഞാൻ സേവിക്കും. എൻ്റെ തിരഞ്ഞെടുപ്പ് അവൻ മോശയെ തിരഞ്ഞെടുത്തതുപോലെ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇത്രയും ജനത്തെ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്ന് ഒരു ദേശത്താക്കുവാൻ തക്കവണ്ണം അവനെ തെരഞ്ഞെടുത്തു. ആ വലിയൊരു കാര്യം ചെയ്യുവാൻ ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്നതാണ്. അതിൽ നിന്ന് അവൻ ഒഴിഞ്ഞിരുന്നെങ്കിലോ? യോന പ്രവാചകനെ തിരഞ്ഞെടുത്തു, യോന അതിൽ നിന്ന് ഒഴിഞ്ഞിരുന്നെങ്കിലോ? യെരമ്യാവിനെ തിരഞ്ഞെടുത്തു, ഞാൻ ബാലനാണ്, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നും പറഞ്ഞ് ഒഴിയുന്ന ഒരു ബാലൻ. പക്ഷെ ദൈവം അവനെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നതും എന്താണ്? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമ്മൾ യഹോവയെ സേവിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ അതിനകത്ത് ഒരു വാക്യം ഉണ്ട്. അത് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യോശുവയുടെ ഇതില്, നിങ്ങൾക്ക് യഹോവയെ സേവിക്കാൻ കഴിയുന്നില്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ പാപങ്ങളെ ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്കുള്ള നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും എന്നുള്ള വാണിംഗ് അവർ കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ കഷ്ടത, ആ പ്രയാസങ്ങൾ, നിങ്ങൾക്ക് തിന്മയും നമ്മളെ സംഹരിക്കുകയും നമുക്ക് ദോഷവും വരുത്താൻ സാധ്യതയുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളെയും അവൻ സ്വയമേ ഏറ്റെടുത്തുകൊണ്ട്, അതെ, നമ്മുടെ ആ മരണത്തെ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായ മരണത്തെ അവൻ സ്വയമേ ഏറ്റെടുത്തുകൊണ്ട് അവൻ ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് നമുക്ക് എന്നേക്കുമായി ആ രക്ഷയൊരുക്കി. നമുക്കിന്ന് നന്ദി പറയുവാനുള്ളത്, നമ്മുടെ മുമ്പിലിരിക്കുന്ന അപ്പവും മീഞ്ഞും കാണുമ്പോൾ നമ്മൾ ഓർക്കാനുള്ളത്, നമ്മുടെ പാപങ്ങളെ പേറിക്കൊണ്ട് അവൻ കുരിശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ മരണം, ആ മരണത്താൽ നമുക്ക് ലഭിച്ചത് നിത്യജീവന്റെ അവകാശിയാണ്. എന്നാൽ നമ്മെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ
ആ തെരഞ്ഞെടുപ്പ് ഒരാളായാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ തീരുമാനിക്കും, കർത്താവേ എന്നെ തിരഞ്ഞെടുത്ത് എന്തിനാണ്? എൻ്റെ തിരഞ്ഞെടുപ്പ് എന്തിനായിരുന്നു? എനിക്ക് ദൈവം എന്നെ ഈ ലോകത്തിൽ മറ്റുള്ളവരെ പോലെ ജീവിക്കാനായിട്ട് എന്നെ വിടാനായിട്ടല്ലല്ലോ. ഞാൻ എൻ്റെ ലോകപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങി അതിന് ഞാൻ സമ്പാദിക്കാനും ഇതുണ്ടാക്കാനുമാണോ? അല്ല. അത് വേണം, വേണ്ടെന്നല്ല. നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം, പഠിക്കണം, ബിസിനസ് ചെയ്യണം, മറ്റുള്ളവരുടെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വേണം. പക്ഷെ നന്മ ചെയ്യുവാനും അവൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാനുമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. ലേഖനങ്ങളിലൊക്കെയും നമ്മെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവത്തിന് അവൻ്റെ നന്മകളെ പ്രഘോഷിക്കുവാൻ, നമ്മൾ മുഖാന്തരം, നമ്മുടെ ജീവിതം മുഖാന്തരം അവന് മഹത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം ആകേണ്ടതിനായിട്ട് നമുക്ക് ഇടയായി തീരണം. ഈ വചനങ്ങളാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എസ്കേപ്പ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് ഒഴിയുന്നവരാണ് നമ്മൾ. പല ഒഴിവൊഴിവൊഴിവ് പറയുന്നവരാണോ, അതോ ഒന്നിനും കൊള്ളാത്തവരാണോ നമ്മൾ? അങ്ങനെ ഒന്നിനും കൊള്ളാത്തവരായിട്ടുള്ളവരല്ല നമ്മൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ളവരാണ്. നമ്മുടെ കഴിവുകൾ നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒത്തിരി താലന്തുകളുണ്ട്. അതിനെ പോഷിപ്പിച്ച് ദൈവത്തിന് മഹത്തരമായ ജീവിതം നയിപ്പാൻ നമ്മൾ എല്ലാവരുടെ മുമ്പിൽ അവന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം ജീവിക്കേണ്ടതിനായിട്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് ദൈവത്തിന് സന്തോഷമുള്ളതായി തീരുവാൻ, അവന്റെ സന്നിധി ചെല്ലുമ്പോൾ ഏറ്റവും മഹത്തരമായ ഒരു ജീവിതം കിട്ടുവാൻ, ഒരു അവാർഡ് കിട്ടുവാൻ, കിരീടങ്ങൾ പ്രാപിപ്പാൻ നിങ്ങൾക്കിടയാക്കട്ടെ. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭാരവും പേരി എങ്ങും ചെന്നെത്തിയിടുന്നില്ല ഞാൻ, ഓടുന്നു ഞാൻ വിരുദു പ്രാപിപ്പാൻ. ഓടും ഞാൻ വെറുതെ നിൻ പാദം തേടി, സകല ഭാരവും നിൻ കരത്തിൽ ഞാൻ. എൻ പ്രിയൻ സന്നിധിയിൽ ശരണം ഞാൻ തേടും, വാടാത്ത ജീവകിരീടം നിൻ കൃപയിൽ ഞാൻ പ്രാപിക്കും. ഓടുന്നു ഞാൻ വിരുദു പ്രാപിപ്പാൻ, വാടാത്ത ജീവകിരീടം പ്രാപിപ്പാൻ.